പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താൻ പറ്റിയതാണ്. നമ്മൾ ഒരുപാട് നല്ല ചിന്തകളും ഒരുപാട് നല്ല ആശയങ്ങളും ഒരുപാട് നല്ല വാക്കുകളും ലോകത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ലോകത്തിൽ ധാരാളം നല്ല മഹത് വ്യക്തികളുടെ മഹത് വചനങ്ങളുണ്ട്, മഹത് വാക്യങ്ങളുണ്ട്. അത് പലരും ഇങ്ങനെ ഉരുവിട്ട് ഒരുപാട് തവണ നമ്മൾ വേദികളിൽ കേട്ടിട്ടുണ്ട്. പലയിടത്തും നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, നല്ല ആശയസമ്പുഷ്ടമായ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, നല്ല കഥകൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ദൈവവചനം ജീവദായകമാകുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ജീവിതത്തെ സമൂലം തലകീഴ്മേൽ മറിക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. സങ്കീർത്തനം 119-89 തിരുവചനം, കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ സുസ്ഥാപിതമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലാണ്. പിതാവായ ദൈവം സ്വർഗത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ വചനത്തെ മനുഷ്യൻ്റെ കരങ്ങളിലേക്ക് എത്തിച്ചു നൽകിയതാണ് വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ജെറോമ എപ്പോഴും വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഈശോയുടെ വിശുദ്ധ തെരേസ, അവളും ജീവിതത്തിൽ ഒരു നിമിഷം പോലും ബൈബിൾ കയ്യിൽ നിന്ന് താഴെ വയ്ക്കില്ല, ഉറങ്ങുമ്പോൾ മാത്രമാണ്. അല്ലാത്ത എല്ലാ സമയങ്ങളിലും ബൈബിൾ ഇങ്ങനെ മാറോട് പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. വിശുദ്ധ ജെറോം പറഞ്ഞു, എ ലവ് ലെറ്റർ ടു ദ ബിലവ്ഡ് വൺ. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ജെറോമിൻ്റെ കാഴ്ചപ്പാടതാണ്. ജെറോം പറയുന്ന ഇതാണ്, പ്രിയതമയ്ക്കെഴുതിയ പ്രേമലേഖനമാണ് വിശുദ്ധ ബൈബിൾ എന്ന്. അത് പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ അരുമ സന്താനങ്ങളോട് ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ സംസാരിച്ച കാര്യങ്ങളാണ് വിശുദ്ധ ബൈബിളിൽ നാം കണ്ടെത്തുക. ഇത് മനുഷ്യൻ്റെ വചനമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 60-ാമത്തെ തിരുവചനം, യേശു ജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പഠിപ്പിച്ചിങ്ങനെ വന്ന് ഇത് ഭക്ഷിക്കുന്നവർക്ക് എന്നും ജീവനുണ്ടെന്നൊക്കെ പറയുമ്പോൾ അപ്പസ്തോലന്മാരിൽ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഈ വചനം കഠിനമാണെന്ന് അവർ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ നമുക്ക് തോന്നും ദൈവത്തിൻ്റെ വചനം ഇത് കഠിനമാണ്, ഇത് പാലിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ. കഴിഞ്ഞ നാളുകളിൽ ചിലരൊക്കെ സംസാരിക്കാനായിട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവർ പറയും, ഇങ്ങനെയൊക്കെ നമുക്ക് വചനം പാലിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ എന്ന് വളരെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ് എന്ന് ഈശോ ഇങ്ങനെ പറഞ്ഞത് പാലിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ചിലർ ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞ് അവനെ വിട്ടേച്ചു പോയി. അപ്പോൾ യേശു 12 അപ്പസ്തോലന്മാരോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, 6:68, കർത്താവേ, ഞാൻ ആരുടെ പക്കലേക്ക് ഞങ്ങൾ പോകും? ജീവന്റെ വചനം അങ്ങയുടെ പക്കലാണുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ ശരീരത്തിൽ രുചിച്ചറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതും ആയ ജീവന്റെ വചനത്തെയാണ് നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. അവർ ഈ ദൈവത്തിൻ്റെ വചനത്തെ കണ്ണുകൾ കൊണ്ട് കാണുക, ജീവിതം കൊണ്ട് സ്പർശിച്ചറിയുക, അവരുടെ അനുഭവ തലത്തിൽ, ജീവിതത്തിൻ്റെ അനുഭവ തലത്തിൽ അനുഭവിച്ചറിഞ്ഞ വചനത്തെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന കാലഘട്ടങ്ങളിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവ തലത്തിൽ സ്വീകരിച്ചവരാണ്. അതുകൊണ്ടാണ് ഈ ജീവന്റെ വചനത്തെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോവുക? ജീവന്റെ വചനം അങ്ങയുടെ പക്കലാണുള്ളത്. അതെ, ദൈവത്തിൻ്റെ വചനം ജീവദായകമാണ്. പ്രിയപ്പെട്ടവരെ, ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുത്ത് വന്നിട്ട് മംഗളവാർത്ത അറിയിച്ചു.
എന്താണ് മംഗളവാർത്ത? കൃപ നിറഞ്ഞവളെ സ്വസ്തി. ലൂക്കായുടെ സുവിശേഷം 1:35 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ മംഗളവാർത്ത വായിച്ച് ധ്യാനിക്കുന്ന നമ്മൾ നിരവധി തവണ കേട്ടിട്ടുള്ള ഒരു വചനഭാഗം. പ്രിയപ്പെട്ടവരെ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, യേശു എന്നവൻ പേരിടണം. മറിയത്തിന് ഒരു സംശയമുണ്ടായി. നിഷ്കളങ്കമായ മനസ്സിൽ നിന്നുള്ള ഒരു സംശയം, പരിശുദ്ധിയുടെ നിറവിൽ നിന്നുള്ള ഒരു സംശയം. മറിയം ഗബ്രിയേൽ ദൈവദൂതനോട് വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ചോദ്യം ചോദിച്ചു. അല്ലയോ ഗബ്രിയേൽ ദൈവദൂത, ഒരു പെൺകുട്ടി ഗർഭം ധരിക്കണമെങ്കിൽ ഒരു പുരുഷന്റെ സംസർഗം വേണ്ടേ? അതുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് അമ്മ പറഞ്ഞു. മറിയം പറഞ്ഞപ്പോൾ ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളിൽ വേരുപാകപ്പെടുക, ഫലം ചെയ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിൽ വിതയ്ക്കപ്പെടുന്ന വിത്താണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ആത്മാവിൽ വിതയ്ക്കപ്പെടുന്ന വിത്താണ്. നല്ല വിത്ത് ഒരിക്കലും വിത്തിനെ തിരിച്ചു തരുന്നില്ല, ഫലത്തെയാണ് തരിക. ഉദാഹരണത്തിന്, ഇവിടെ നല്ലൊരു മഴ പെയ്തു, ഗ്രൗണ്ടിൽ ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് നമ്മൾ കിളച്ച് നല്ല പരുവപ്പെടുത്തിയിട്ട് അവിടെ കുറച്ച് ഗോതമ്പ് വിതയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഗോതമ്പ് വിളിച്ച് ഒരു 1.5 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അത് തൈച്ചെടിയായിട്ട് വളരാൻ തുടങ്ങും. അങ്ങനെ അതിൻ്റെ പൂർണ്ണതയിൽ അത് ഫലം തിരിച്ചു തരും. ആ വിത്തല്ലത് നമുക്ക് കിട്ടുക, പിന്നെ നമുക്ക് ആ വിത്തിനെ കിട്ടുന്നില്ല. ഇതുപോലെ ആത്മാവിൽ വിതയ്ക്കപ്പെടുന്ന വിത്താകുന്ന വചനം ഒരിക്കലും അത് അതേപോലെ മടങ്ങി വരികയില്ല, തിരിച്ചു തരികയില്ല. പ്രത്യുത ഫലത്തെയാണ് തരുന്നത്. അപ്പോൾ നമ്മൾ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ വചനം ശ്രവിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ഫലമുണ്ടാകുന്നു, എന്ത് ഫലമാണ് ഈ വചനം എൻ്റെ ജീവിതത്തിൽ തരുന്നത്. ഈ ജീവദായക വചനം ജീവിതങ്ങളെ മാറ്റിമറിക്കും, ജീവിതങ്ങളെ മാറ്റിമറിക്കും. ഡാർജിലിംഗിലേക്ക് വചനം പ്രഘോഷിക്കാൻ പോകുന്ന വഴി ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ, ലോലറ്റ കോൺഗ്രിഗേഷനിൽപ്പെട്ട ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ യാത്രാമധ്യേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ദൈവമേ, ഞാൻ എത്ര കാലമായി ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ എന്ത് മാറ്റം എനിക്കുണ്ടായി. അവരുടെ മനസ്സിലേക്ക് മത്തായി സുവിശേഷം 10:42 കടന്നു വന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഈ ഭൂമുഖത്ത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അതിന് വലിയ പ്രതിഫലമുണ്ടാകും. ആ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്നു. ലൊരേറ്റ കോൺഗ്രിഗേഷൻ സുപ്പീരിയർ മദറിനെ കണ്ട് തൻ്റെ സഭാവസ്ത്രം അഴിച്ച് കയ്യിൽ കൊടുത്തിട്ട് 5 രൂപ നോട്ടും പിടിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട കന്യാസ്ത്രീ കൽക്കട്ടയിലെ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, ഡൊമിനിക് ലാപ്പിയറിൻ്റെ മദ്രസിൽ പറയുകയാണ്, തൻ്റെ കയ്യിൽ 5 രൂപ പിടിച്ചുകൊണ്ട് മദർ തെരേസ ഈ കൽക്കട്ടയിലേക്ക് തെരുവിലേക്ക് ഇറങ്ങാൻ കാരണം തൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തൻ്റെ വിളിക്കുള്ളിലെ വിളി കണ്ടെത്തിയത് ഈ ഒരു തിരുവചനത്തിലൂടെയാണ്. അവരെ ലോകത്തിൻ്റെ അമ്മയായി, ഭാരതത്തിൻ്റെ അമ്മയായി, ഭാരതത്തിൻ്റെ പ്രഥമ പൗരന് കൊടുക്കുന്ന അതേ ബഹുമാനം കൊടുത്തുകൊണ്ട് അന്ത്യവിലാപയാത്രയിൽ ഭാരതത്തിൻ്റെ ദേശീയ പതാകയിൽ പൊതിഞ്ഞ് വലിയ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഒരു അന്ത്യവിട നൽകാൻ കാരണമായത് ഈ ഒരൊറ്റ വചനമാണ്. മദറിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, എത്ര കാലമായി നമ്മളിരുന്ന് കേൾക്കുന്നു ഇത്. ഏതെങ്കിലും ഒരു വചനം മതി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. ആ വചനം നിന്റെ ആത്മാവിൽ വേരൂന്നുമ്പോൾ, ആത്മാവിൽ അതൊരു തൈച്ചെടിയായി വളരുമ്പോൾ അത് ഫലം പുറപ്പെടുവിച്ചു തുടങ്ങും. യാക്കോബ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ ലേഖനത്തിൽ 1:21, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് പാലിക്കുന്നവരായി മാറണം. ഇന്ന് ഇതുപോലെ കൺവെൻഷനുകളിൽ ധാരാളം വ്യക്തികൾ വചനം കേൾക്കുന്നുണ്ട്, ആത്മവഞ്ചന ചെയ്യുന്നവരെ. ഒരു വചനം ഹൃദയത്തിൽ വേര് പാകുന്നുണ്ടോ പരിശോധിക്കണം, ആത്മശോധന ചെയ്യണം. നമ്മൾ ആത്മശോധന ചെയ്യണം. 35,417 വചനങ്ങൾ 73 പുസ്തകങ്ങളായി വിശുദ്ധ ബൈബിളിൽ.
അതിൽ ഏകദേശം 8000-ഓളം വചനങ്ങൾ അനുഗ്രഹം തരുമെന്ന് പറയുന്ന വചനങ്ങളാണ്. എന്നിട്ടും ക്രിസ്ത്യാനി എന്നും അനുഗ്രഹിക്കപ്പെടാതെ കണ്ണുനീരിൽ പിന്നെയും ഇങ്ങനെ കൺവെൻഷൻ പന്തലുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ജീവദായകമായ വചനത്തിൻ്റെ മുമ്പിൽ നിൻ്റെ ജീവിതത്തെ സമർപ്പിക്കണം. അമ്മ സമർപ്പിച്ചതുപോലെ, ഇതാ കർത്താവേ, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇത് കഠിനമല്ല, ഈ വചനം കഠിനമല്ല, ഇത് ജീവദായകമാണ്. ജീവദായകമാണ്. നിങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും മനസ്സിലുമെല്ലാം ഒരുപോലെ ജീവൻ നൽകുന്നതാണ് കർത്താവിൻ്റെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കണം, ദൈവത്തിൻ്റെ വചനം പ്രാവർത്തികമാക്കണം, ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നവരായി നാം മാറണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വേരൂന്നിയാൽ മാത്രമേ നിങ്ങളത് സംസാരിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുകയില്ല. ഞാൻ ഓർക്കുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാന മന്ദിരത്തിൽ ധ്യാന ടീമിൽ ഒരു വചനം അമ്മച്ചി ഉണ്ടായിരുന്നു. ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? അമ്മച്ചി ഇവിടെ അല്ല, അപ്പുറത്തെ അമ്മച്ചി 72 വയസ്സുണ്ട്. അമ്മച്ചി ചട്ടം മുണ്ടേ കൊടുത്ത്. ഞങ്ങളുടെ വചന അമ്മച്ചിക്ക് 76 വയസ്സുണ്ടായിരുന്നു. 76. ഈ 76-ാമത്തെ വയസ്സിൽ വചന അമ്മച്ചി ഒരിക്കൽ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ വചനം കേൾക്കാൻ വന്നു. അങ്ങനെ ഇരിക്കുകയാണ്, കുണുക്കൊക്കെ ഇട്ട് ചട്ടയും മുണ്ടും നേരത്തൊക്കെ പൊതിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ കർത്താവിൻ്റെ വചനം മാലപ്പടക്കപ്പെടുന്ന പടപടപടാന്ന് പറയുന്നത് കേട്ടപ്പോൾ അമ്മച്ചി ഇങ്ങനെ വിചാരിച്ചു, കർത്താവെ, 76 വർഷം ഞാൻ കത്തോലിക്ക സഭയിൽ ജീവിച്ചു, ദൈവവചനം കേട്ടു, ഒരൊറ്റ വചനം എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ കർത്താവെ, എനിക്കൊരു ആ വചന അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിച്ച് ഓർമ്മയുണ്ട്. എഴുന്നേറ്റെന്നാ പ്രാർത്ഥിക്കുന്ന സ്തുതിപ്പിൻ്റെ സമയത്ത്. ഇത് പറയും ഒരു വെളിച്ചം വന്ന് മുഖത്തേക്ക് ഒറ്റ അടി അമ്മച്ചി മലന്നടിച്ച് നിലത്തേക്ക് വീണു. അമ്മച്ചി തിരിച്ചെഴുന്നേക്കുന്നത് വചനപ്രഘോഷകമായിട്ടാ. അമ്മച്ചിക്ക് സമയവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ധ്യാനപ്രസംഗത്തിൽ വചനത്തിൻ്റെ ക്ലാസ് അമ്മച്ചിക്ക് ഞങ്ങൾ 1 മണിക്കൂർ കൊടുക്കും. ഈ 1 മണിക്കൂർ മുഴുവനും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വചനഭാഗങ്ങൾ ഇങ്ങനെ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പടപടപടപടപടാന്നങ്ങ് പറയും. അപ്പോൾ 1 മണിക്കൂർ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാനൊക്കെ അടുത്ത് പോയി നിൽക്കും. അടുത്ത ക്ലാസ് എൻ്റേതായിരിക്കും. അപ്പം അമ്മച്ചി 5 മിനിറ്റോടെ ഉള്ളൂ. അമ്മച്ചി എന്നാലും പോരും 15 മിനിറ്റോടെ. ഒരു 3-4 മണിക്കൂറൊക്കെ നിന്ന് വചനം പറയാൻ, വചനം പറയും, ഒരു ബുദ്ധിമുട്ടുമില്ല അമ്മച്ചി. കുണുക്കും ചട്ടക്കെട്ട് ഇത് കേൾക്കാൻ വേണ്ടി തന്നെ ആ ധ്യാന മന്ദിരത്തിൽ ആൾക്കാർ വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ ലോകത്തിൻ്റെ വാക്കുകൾക്കനുസരിച്ചല്ല. ഈ ലോകം മായാപ്രപഞ്ചമാണ്. ഇതിന് ഒരുപാട് നിറങ്ങളുണ്ട്. അതിൻ്റെ പുറകെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനി കൂപ്പുകുത്തി ഓടേണ്ട ഒരു ദൈവ മകനോ മകളോ അല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത്. 6 അടി മണ്ണിനപ്പുറത്തേക്ക് ഒരു ജീവിതം നിങ്ങൾക്കുണ്ട് എന്ന സത്യം അറിയാവുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി പറയട്ടെ, മരിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ദൈവിക പ്രമാണങ്ങൾ. ഈ ദൈവിക പ്രമാണങ്ങൾക്കനുസരിച്ചാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടത്. വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും. ദൈവം പറഞ്ഞൊരു കാര്യം അതാ, വിലകെട്ടത് പറയരുത്, പ്രത്യുത നീ വചനം പറയണം. ജെറമ്യ 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനമാണ്. വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റേതുപോലെ, എൻ്റെ നാവ് പോലെ ആയിരിക്കും. പ്രഭാഷകൻ 17:2 ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിൽ സദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും തൻ്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും ചെയ്തു. ഇത് ആർക്കറിയാം? നന്നായിട്ട് ആർക്കറിയാം? നാം ദൈവത്തിൻ്റെ ശക്തിക്ക് സദൃശ്യമായൊരു ശക്തിയിലാണ് ഒരു ദൈവ പൈതൽ സൃഷ്ടിക്കപ്പെടുന്ന ആർക്കറിയാം? സാത്താൻ നന്നായിട്ട് അറിയാം. ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. ക്രിസ്ത്യാനിക്ക് സത്യം അറിയത്തില്ല. ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും ദൈവത്തിൻ്റെ ശക്തിക്ക് സദൃശ്യമായ ഒരു ശക്തി നൽകിയാണ് സൃഷ്ടിച്ചതെന്ന് അവൻ്റെ ജീവന്റെ ഭാഗമായിട്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം പരാജിതരാകുന്നു. യേശു പറഞ്ഞു മർക്കോസ് 12:24 ദൈവത്തിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ വചനമോ അറിയത്തില്ലാത്തത് കൊണ്ടല്ലേ നിനക്ക് തെറ്റുപറ്റുന്നത്. ജീവിതത്തിൽ തെറ്റുപറ്റാനുള്ള കാരണം അതാ. ദൈവത്തിൻ്റെ വചനം അറിയില്ല, ദൈവത്തിൻ്റെ ശക്തി അറിയില്ല.
മത്തായി സുവിശേഷം 6:33 പറയുന്നു, നീ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് ചേർക്കപ്പെടും. നീ ഇന്ന് നിൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മക്കൾക്ക് നല്ലൊരു വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നീ നിൻ്റെ ജീവിതത്തിൽ ഒരു വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട. നീ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ നിറയാൻ, വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ, നിൻ്റെ ജീവിതത്തിൽ വചനം വേരൂന്നാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ബാക്കി സമസ്തവും നിനക്ക് ചേർക്കപ്പെടുമെന്ന് പറഞ്ഞത് യേശു കർത്താവാ. ബാക്കിയെല്ലാം ചേർക്കപ്പെടുമെന്ന് പറഞ്ഞത് മനുഷ്യനല്ല. മനുഷ്യനാണെ നമുക്ക് അവിശ്വസിക്കാം, ഒരു പക്ഷേ മനുഷ്യൻ വാക്ക് പറഞ്ഞ് തെറ്റിച്ചേക്കാം. പക്ഷെ ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് പറഞ്ഞതാണ്, അത് മാറ്റമില്ല. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു വരിക എന്നാണ് അർത്ഥം, പുറത്തു വരണമെന്ന അർത്ഥം അതിനില്ല. കാരണം അവൻ ദൈവമാണ്. ഇന്നലെ ഞാൻ കുറച്ച് പേരോട് സൗഖ്യം കിട്ടിയ കാര്യം എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. എനിക്ക് കിട്ടിയ ഒരു കത്ത് വായിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഞാൻ 65 വയസ്സുള്ള ഒരു സഹോദരിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവിചാരിതമായി ഞാൻ എൻ്റെ വീട്ടിൽ വീഴുകയും എൻ്റെ വലതു കൈ താഴെ അടിച്ച് വേദനയുണ്ടായി. കൈ അനക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആശുപത്രിയിൽ പോയി എക്സ്റേ എടുക്കുകയും 10 ദിവസത്തേക്ക് പൂർണ്ണമായി റെസ്റ്റ് പറയുകയും ചെയ്തു. കൈ ഒട്ടും തന്നെ പൊക്കാൻ കഴിയില്ലായിരുന്നു. 2-ാം ദിവസത്തെ ധ്യാനത്തിൻ്റെ ഇടയിൽ പൂർണ്ണമായും കൈ മുകളിലേക്ക് പൊക്കി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എന്നെ ശക്തയാക്കി. ഈ കൈയടി കർത്താവിനാ. നമ്മുടെ കർത്താവ് വലിയവൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടങ്ങിയിട്ട് 25 വർഷത്തെ കൂടുതലായി. പല പല അസുഖങ്ങൾ വേറെയുണ്ട്. കണ്ണും കാണാൻ പറ്റൂല, ഒരാൾ സഹായം ഇല്ലാതെ നടക്കാനും പറ്റൂല. 5 ദിവസം ഞാനിന്ന് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് 1 വർഷമായി ഡോക്ടർ പറയണം മസിൽ പെയിനിന് ബയോക്സിന് അയക്കണമെന്ന്. ഞാൻ മാറി മാറി നടക്കുകയായിരുന്നു. അപ്പോൾ സുസിപ്പിൻ്റെ സമയത്ത് കണ്ണടച്ചതുപോലെ ഇടിമിന്നണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനോർത്ത് ലൈറ്റിൻ്റെ വല്ല ഇതായിരിക്കും എന്ന് കണക്കാക്കിയിട്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ ബ്രദർ പറയണ് 5000-ഓളം പേര് ഇവിടെയുണ്ട്, അതിലൊരു സഹോദരിക്ക് മസിൽ പെയിനിന് കർത്താവ് തൊട്ടുകൊണ്ടിരിക്കണമെന്ന്. ഇപ്പം എനിക്ക് മസിലിനൊന്നും വലിയ വേദനയൊന്നുമില്ല. അതെ, എൻ്റെ നാവിൻ്റെ അടുത്ത് ഒരു തടിപ്പുണ്ടായി. അത് ആരാധനയുടെ സുതിപ്പിൻ്റെ നേരത്ത് പോയി. പിന്നെ ഈ നാവുമ്പളൊക്കെ ഇങ്ങനെ കുരുന്ന് പൊന്നുണ്ടായി, അതൊക്കെ പോയി. യേശുവിന് നന്ദി. Spirit